ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 102 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള അസ്ഥികൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ടേബിൾ 4.4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്, വ്യത്യസ്ത തരത്തിലുള്ള അസ്ഥികൾ എന്ന് പറയുന്നത് ടേബിളാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 4 തരത്തിലുള്ള അസ്ഥികളുടെ പേരുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതെല്ലാമാണ് അവ എന്നൊന്ന് നോക്കിക്കേ. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഒന്നാമത് തന്നിരിക്കുന്നതിൻ്റെ പേരെന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഗോളരസ സന്ധി എന്നാണ് ഇതിന് പറയുന്നത്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഹിഞ്ച് ജോയിൻറ്റ് അല്ലെങ്കിൽ ഹിഞ്ച് എന്ന് വെച്ചാൽ വിജാഗിരി എന്നാണ് പറയുന്നത്, അപ്പോൾ വിജാഗിരി സന്ധി. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? പൈവോട്ട് ജോയിൻറ്റ് അല്ലെങ്കിൽ കീലസന്ധി എന്നാണ് അതിന് പറയുന്നത്. നാലാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഗ്ലൈഡിംഗ് ജോയിൻറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, അപ്പം നമ്മളൊക്കെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെല്ലാമാണ് വ്യത്യസ്ത തരത്തിലുള്ള ജോയിൻറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ അസ്ഥി സന്ധികൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പൈവോട്ട് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റുകളുടെ ഓരോന്നിൻ്റെയും പെക്യൂലിയാരിറ്റി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പെക്യൂലിയാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ സവിശേഷത. അപ്പം ഈ ഓരോ ജോയിൻറ്റുകളുടെയും പെക്യൂലിയാരിറ്റി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സവിശേഷതകൾ എന്താണ്? അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ സവിശേഷത എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ് അലൗസ് അവർ ബോഡി ഫോർ എ ഗ്രേറ്റർ റേഞ്ച് ഓഫ് മോഷൻ. അപ്പോൾ ഈ ബോൾ ആൻഡ് സോക്കറ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്, ചലനത്തിന് സഹായിക്കുന്നു. ദേ ക്യാൻ മൂവ് ഇൻ എനി ഡിറക്ഷൻ. അവയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഏതൊരു ഡയറക്ഷനിലേക്കും ദിശയിലേക്കും അവയ്ക്ക് ചലിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മസിൽസ്, ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ് അറൗണ്ട് ദം. ഇവ എന്താണ് ചെയ്യുന്നത്? അവയ്ക്ക് റൊട്ടേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന്. നമ്മളൊന്ന് നോക്കിക്കുക, നമ്മളുടെ ഈ കൈയുടെ ആ ഒരം അവിടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം കണ്ടോ? അത് ഒരു നല്ല ഉദാഹരണമാണ് അതിനായിട്ടുള്ളത്. കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കുക, അത് നമുക്ക് കൈ ഇങ്ങനെ വട്ടമിട്ട് തിരിക്കാനും കൈയിട്ട് വട്ടം കറക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ സവിശേഷത എന്താണ്? ഹിഞ്ച് ജോയിൻറ്റ്സ് ഒക്യുർ വെയർ ടു ബോൺസ് മീറ്റ്. ഇറ്റ് ഹാസ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ലോങ് സിംഗിൾ പ്ലെയിൻ. ഇവ എന്താണ് ചെയ്യുന്നത്? ഹിഞ്ച് ജോയിൻറ്റ് എവിടെ 2 ജോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണുള്ളത് അവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് സിംഗിൾ പ്ലെയിൻ, അതായത് അത് ഒരു സ്ഥലത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് മാത്രമാണ് അവ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചലിക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഏതാണ്? പൈവോട്ട് ജോയിൻറ്റ് എന്ന് പറയും. പൈവോട്ട് ജോയിൻറ്റ്സ് ആർ ദോസ് ജോയിൻറ്റ്സ് ദാറ്റ് അലൗ ബോൺസ് ടു റൊട്ടേറ്റ്. അതായത് ചില ജോയിൻറ്റുകൾ ഇങ്ങനെ നമ്മുടെ കഴുത്ത് നോക്കിക്കുക, കഴുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഡാൻസ് ഒക്കെ കളിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ നല്ല രസത്തിൽ പെൺകുട്ടികൾ ഇത് ചെയ്യുന്നതായിട്ട് സാധിക്കും. കാരണം എന്താണ്? അവിടെ പൈവോട്ട് ജോയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് ഏതാണ്? ഗ്ലൈഡിംഗ് ജോയിൻ്റ് ആണ്. ഗ്ലൈഡിംഗ് ജോയിൻറ്റ്സ് ഒക്യുർ ബിറ്റ്വീൻ ദ സർഫേസ് ഓഫ് 2 ഫ്ലാറ്റ് ബോൺസ്. അതായത് 2 പരന്ന ബോണുകളുടെ ഇടയിലാണ്. ഈ ജോയിൻറ്റ്സ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ലിഗമെൻറ്റ്സ്. ഈ ജോയിൻറ്റ്സുകൾ എന്താണ് ചെയ്യുന്നത്? ലിഗമെൻറ്റുകൾ കൊണ്ടാണ് ഒന്നിച്ച് ചേർത്തിരിക്കുന്നത്. ദിസ് ബോൺസ് ഇൻ അവർ റിസ്റ്റ് ആൻഡ് ആംഗിൾസ് മൂവ് ബൈ ഗ്ലൈഡിങ് എഗൻസ്റ്റ് ഈച്ച് അതർ. ഇവെന്താണ്? ഈ ഗ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിക്കൊണ്ടാണ് അവയുടെ പ്രവർത്തനം നടക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മളുടെ കൈയുടെ പത്തിയുടെ അവിടെയൊക്കെ കാണുന്ന ആ പത്തിയിൽ ഓരോ വിഭജിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അവിടെ വിഭജിച്ചിരിക്കുന്ന കഷ്ണങ്ങളായിട്ട് വിരലുകളിലൊക്കെ കാണാൻ സാധിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലൈഡിംഗ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി. അവയുടെ പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും പൊസിഷൻ ഈ ചിത്രത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ജോയിൻറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, പ്രിപ്പയർ എ ചാർട്ട് ആൻഡ് എക്സിബിറ്റ് ഇൻ ദ ക്ലാസ്. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യമാണ്, ഒരു ചാർട്ട് ഉണ്ടാക്കി എക്സിബിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെൻറ്റ്, അതായത് ശരീരത്തിൻ്റെ വളർച്ചയും
അസ്ഥിയുടെ വളർച്ചയും അതായത് നമ്മൾ എന്താണ് പറയുന്നത്, ശരീര വളർച്ചയും അസ്ഥിയുടെ വികാസവും അല്ലെങ്കിൽ അസ്ഥിയുടെ വളർച്ചയും എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽറ്റൽ സിസ്റ്റം. അതായത് നമ്മൾ പറയുന്നത് എന്താണ്, ഗ്രോത്ത് വളർച്ച എപ്പോഴെല്ലാമാണ്, കൗമാരത്തിൽ എന്താണ്, ശൈശവത്തിലും കൗമാരത്തിലും ഈ വളർച്ച ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽറ്റൻ സിസ്റ്റം, അതായത് അസ്ഥി വ്യവസ്ഥയുടെ വികസനവും വികാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശൈശവത്തിലും കൗമാരത്തിലുമുള്ള നമ്മളുടെ വളർച്ചകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് കാൽസ്യം ഷുഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ബോൺസ് ടു എൻഷുവർ ദെയർ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. അതായത് ഈ ബോണുകളിൽ അല്ലെങ്കിൽ അസ്ഥികളിൽ കാൽസ്യത്തിൻ്റെ ഡിപ്പോസിറ്റ് അത്യാവശ്യമാണ്. എന്താണ്, എന്തിനു വേണ്ടിയാണ് കാൽസ്യം എത്തിച്ചേരേണ്ടത്, ഈ ബോണുകളിൽ വളർച്ചയും അവയുടെ തന്നെ ഈ ബോണുകളുടെ അല്ലെങ്കിൽ അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി അവ എത്തിച്ചേരണം. അപ്പോൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് ഫുഡ് റിച്ച് ഇൻ കാൽസ്യം സച്ച് ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, യോഗോട്ട്, ബട്ടർ, ഫിഷ്, ലീഫി വെജിറ്റബിൾസ് ഷുഡ് ബി കൺസ്യൂംഡ് ഇൻ അബണ്ടൻസ് ഇൻ ദിസ് ഏജ്. അപ്പോൾ ഈ ഏജ് ഏത് ഏജിലാണ്, ഈ ചൈൽഡ്ഹുഡിലും അഡോളസൻസ് ഏജിലും എന്ത് ചെയ്യണം, ഫുഡ് റിച്ച്, അതായത് വളരെയധികം കാൽസ്യം ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. അപ്പോൾ കാൽസ്യമുള്ള ഭക്ഷണം ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെയാണെന്ന് നോക്ക്, ഡയറി പ്രോഡക്ട്സ്, അതായത് മിൽക്ക്, യോഗോട്ട്, ബട്ടർ, ഫിഷ്, ലീഫി വെജിറ്റബിൾസ് തുടങ്ങിയവയാണ് അതിനേറ്റവും നല്ലത്. അതുപോലെ തന്നെ എന്താണ്, വൈറ്റമിൻ ഡി ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതുപോലെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, വൈറ്റമിൻ ഡിയും വളരെ അത്യാവശ്യമാണ്. എന്താണ്, കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽസ്യത്തെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ദ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി ദ സ്കിൻ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്പോസ് ടു സൺലൈറ്റ്. ഇനി എന്താണ് ചെയ്യുന്നത്, പ്രകൃതിദത്യാ നമ്മളുടെ ശരീരത്ത് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രവർത്തികൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ളവയായിരിക്കണം. അതായത് നമ്മളുടെ ശരീരം സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മളുടെ തൊലിയിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കും. സിൻസ് പ്രോട്ടീൻ ഈസ് എസെൻഷ്യൽ ഫോർ ബോൺ ഡെവലപ്മെൻറ്റ്, അതായത് പ്രോട്ടീൻ മനുഷ്യൻ്റെ അസ്ഥിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായതുകൊണ്ട് മീറ്റ്, ബീൻസ്, പീസ് എക്സെട്ര ക്യാൻ ബി അബണ്ടൻലി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് പ്രോട്ടീൻ്റെ നിറവുള്ളതായിട്ടുള്ള ഭക്ഷണം, മീറ്റും ബീൻസും പീസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ഭക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ആസ് ഏജ് അഡ്വാൻസ്, അതായത് നമ്മൾ പ്രായത്തിൽ കൂടി വരുമ്പോൾ ദ ഡെൻസിറ്റി ഓഫ് ബോൺസ് ഡിക്രീസ്. അതായത് എന്താണ് പറ്റുന്നത്, ബോണിൻ്റെ ആ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോണിൻ്റെ അസ്ഥികളുടെ സാന്ദ്രതയ്ക്ക് ഒരു കുറവ് വരികയും എന്ത് സംഭവിക്കുകയും ചെയ്യും, അവ ദുർബലമാവുകയും, ഡിക്രീസ് ആൻഡ് മേക്കിംഗ് ദം വീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർബലമാവുകയും ചെയ്യും. ആൻഡ് മോർ പ്രോൺ ടു ഫ്രാക്ചർ. അങ്ങനെ സാന്ദ്രത കുറയുകയും അവയിൽ കൂടുതൽ വീക്കാവുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദുർബലമാവുകയും ചെയ്യുമ്പോൾ അസ്ഥികൾക്ക് എന്താണ് സംഭവിക്കുക, അവയ്ക്ക് ഫ്രാക്ചർ, ഒടിവുകൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒടിവുകൾക്ക് വരാൻ കാരണം പ്രായമാകുമ്പോൾ പെട്ടെന്ന് ശരീരത്തിന് ഒടിയാൻ കാരണമായി തീരുന്നത് എന്തുകൊണ്ടാണ്, എല്ലുകൾ ദുർബലമാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എല്ലുകൾ ഒടിയുന്നത്. ഓക്കെ, ന്യൂട്രിയൻസ് ഡയറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻറ്റിംഗ് ദ ഡിഗ്രഡേഷൻ ഓഫ് ബോൺസ്. അതായത് എന്താണ് പറയുന്നത്, ന്യൂട്രിയസ് ഡയറ്റ്സ്, അതായത് പോഷകാഹാരത്തിന് പ്രിവെൻസ്, അതായത് അല്ലെങ്കിൽ അവ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവ എന്ത് ചെയ്യുന്നു, ആഹാരം നമ്മളുടെ അസ്ഥികളുടെ ശോഷണത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പോഷകാഹാരം വളരെ അനിവാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട്, അസ്ഥികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇനി എന്താണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, എന്താണ്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ കൊമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ് എനേബിൾസ് ബോഡി മൂവ്മെൻറ്റ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, കൊമ്പൈൻഡ് ആക്ഷൻ, അതായത് ഒന്നിച്ചുള്ള പ്രവർത്തനമാണ്, മസിലിൻ്റെയും അസ്ഥികളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ബോൺസ്, എന്തെല്ലാമാണ് ഈ എല്ലുകളുടെ ബാക്കിയുള്ള ഫങ്ഷൻ, ഡിസ്കസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. അത് നമ്മളോടൊന്ന് ചർച്ച ചെയ്ത് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ബോണുകളുടെ ഫങ്ഷനുകളിൽപ്പെട്ട ഒന്നാണ് ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസിന് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ഇറ്റ് ഗീവ്സ്
സ്ട്രെങ്ത് ടു ദ ബോഡി. മൂന്നാമതായിട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ലോക്കോമോഷൻ. നാലാമതായിട്ട് ഇറ്റ് ഗീവ്സ് എ സ്ട്രക്ചർ ഫോർ ദ ബോഡി. ഓക്കെ, അഞ്ചാമതായിട്ട് ബോണുകൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റേർണൽ ഓർഗൻസിനെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യെല്ലോ ബോക്സിനകത്ത് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യം കൂടി നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. ഹൗ ഡസ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി അഫക്റ്റ് ദ ബോഡി? എങ്ങനെയാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മളുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ശരീരത്തിന് ഉണ്ടാകുന്ന ദോഷം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുക. ഈ വൈറ്റമിൻ ഡി ലെവൽസ് ആർ ലോ ഇൻ ദ ബോഡി. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രോപ്പർലി അബ്സോർബ് ദ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യത്തെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. ദിസ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ബോൺ പെയിൻ. അങ്ങനെ ആവശ്യത്തിന് ഫോസ്ഫറസിനെയും കാൽസ്യത്തെയും ആഗിരണം ചെയ്യുവാനായിട്ട് സാധിക്കാതെ വന്നാൽ നമ്മളുടെ ശരീരത്തിന് എന്ത് ചെയ്യും? എല്ലുകൾക്ക് വേദനയുണ്ടാവുകയും ബോൺ ഫ്രാക്ചർ, അതായത് എല്ലുകൾ ഒടിയുവാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മസിലിന് പെയിൻ ഉണ്ടാവും, മസിൽ വീക്കും ആയിത്തീരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിന് വളരെയധികം അനിവാര്യമാണ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.